അതിമനോഹരമായിട്ടുള്ള ഒരു റിസോർട്ട് സമുച്ചയത്തിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഏകദേശം ഈ കവാടം കണ്ടപ്പോൾ തന്നെ എവർക്കും പിടികിട്ടിയിട്ടുണ്ടാവും. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വളരെ വർഷം പഴക്കമുള്ള വൈത്തിരി വില്ലേജ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു 5 സ്റ്റാർ റിസോർട്ടാണ്. അവിടുന്ന് പകർത്തിയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ്. അവിടെ ഒരു 2 ദിവസം അതിഥിയായിട്ട് നിൽക്കാൻ പറ്റി. അപ്പോൾ അതിനെ സന്തോഷത്തിൽ പകർത്തിയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ. കൂടുതലൊന്നും അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റൂല, കാരണം അത്രയുമുണ്ട്. 300 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു 5 സ്റ്റാർ റിസോർട്ടാണ് വൈത്തിരി വില്ലേജ്. അപ്പോൾ അവിടുന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒരു ചെറിയ വ്ളോഗറാണ്, വളർന്നു വരുന്നേ ഉള്ളൂ. ഡ്രോണൊന്നുമില്ല. ഉള്ള പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഞാൻ പകർത്തിയ കുറച്ച് ദൃശ്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ്. അതിമനോഹരമായ ഒരു വയനാടൻ തനിമ നിലനിർത്തുന്ന ഒരു റിസോർട്ട് തന്നെയാണ് വൈത്തിരി വില്ലേജ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിൽ മനസ്സിലാക്കാം ആ വയനാടിന്റെ പച്ചപ്പിനോട് ചേർന്ന് തന്നെയുള്ള ആ മനോഹരമായ റിസോർട്ടിന്റെ കഥകളാണ്. പ്രിയപ്പെട്ട സാക് സഫാരിയുടെ പ്രേക്ഷകരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വയനാട്ടിലെ ആദ്യത്തെ 5 സ്റ്റാർ റിസോർട്ട്, അതുപോലെ 330 റൂമുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും ലാർജായിട്ടുള്ള ഒരു റിസോർട്ടാണ്. അതുപോലെ ഞാൻ യൂട്യൂബിലെ ക്യാമ്പിന് വന്നതാണ്. ഇപ്പോൾ ക്യാമ്പിന് വന്നപ്പോൾ ഇത്രയും വലിയൊരു ഫെസിലിറ്റി ഉള്ള റിസോർട്ട് വയനാട്ടിൽ ഉണ്ടായിട്ട് അവിടെ ഞാൻ താമസിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ അത് മോശമല്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കയറിക്കാൻ ഒരു മായിക ലോകമാണ്. ആ മായിക ലോകം ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ആരംഭിക്കുകയാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന കാഴ്ചകൾ വൈത്തിരി വില്ലേജ്. ഒരു മനോഹരമായ ഗ്രാമമാണ് ഈ വൈത്തിരി. ആ വൈത്തിരിയിൽ ഏറ്റവും മനോഹരമായ ഒരു ഏരിയ ആണ്. ഏകദേശം 48 ഏക്കറോളമുള്ള ഈ ഒരു റിസോർട്ട്. അപ്പോൾ നമുക്ക് വൈത്തിരി വില്ലേജിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ വൈത്തിരി വില്ലേജിന്റെ വളരെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ കേട്ടോ. ഒന്നും പറയാനില്ല, വളരെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ആണ്. നമുക്ക് എത്ര ഫംഗ്ഷൻ വെച്ചാലും എത്ര വാഹനങ്ങൾ വന്നാലും ഇവിടെ നിർത്തിയിടാൻ, അവിടെ ഉൾക്കൊള്ളാവുന്ന അത്രയും പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. കാരണം അത്രയും വൈഡാണ് ഈ വില്ലേജ്, വൈത്തിരി വില്ലേജ് എന്ന് പറയുന്നത്. ഒരു 5 സ്റ്റാർ റിസോർട്ട്, 5 സ്റ്റാർ അല്ല, അതിനപ്പുറത്താണ് 7 സ്റ്റാർ എന്ന് പറയും. ആ ലെവൽ സെറ്റപ്പ് തന്നെയാണ് ഈ റിസോർട്ട് ഉള്ളത്. പിന്നെ വൈത്തിരി വില്ലേജിനെ കുറിച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഓരോ യാത്ര സ്നേഹിക്കും, അല്ലെങ്കിൽ വയനാടിന്റെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, ടൂറിസം ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ വൈത്തിരി വില്ലേജ് എന്ന് പറയുന്ന ഒരു പേര് എപ്പോഴും അത് അതിൻ്റെതായിട്ടുള്ള ഒരു പീക്ക് പോയിന്റിൽ നിൽക്കുന്നതാണ്. അപ്പൊ ഇവിടെ അവരുടെ ഫെസിലിറ്റീസ് ഒക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട്. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്, വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്, അതുപോലെ തന്നെ തൂക്കുപാലുണ്ട്. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ വയനാട്ടിലേക്ക് ഒരു ടൂർ വരുമ്പോൾ വയനാടൻ ചുരവും കണ്ട്, പിന്നെ കരിന്തണ്ടന്റെ ആ മരവും ചങ്ങലമരവും ഒക്കെ കണ്ട് നല്ല വയനാടൻ കാപ്പിയൊക്കെ കുടിച്ച് നേരെ ഇവിടെ വൈത്തിരി വില്ലേജിലേക്ക് വന്നു. പിന്നെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം വയനാടിന്റെ ഒരു മിനിയേച്ചർ തന്നെയാണ്. വയനാട്ടിലുള്ള ഒരു സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ അവിടെ റൂം എടുത്ത് ഒന്ന് ഫ്രഷപ്പ് ആയി ഇതിന്റെ സറൗണ്ടിങ് ഏരിയ തന്നെ, ഈ ഒരു വില്ലേജിന്റെ, വൈത്തിരി വില്ലേജിന്റെ കോമ്പൗണ്ട് വാളിന്റെ ഉള്ളിൽ തന്നെ ഒത്തിരി നമുക്ക് പിന്നെ സ്പെൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആസ്വദിക്കാനുള്ള ഒക്കെ തന്നെ ഒത്തിരി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത്, ഞാനൊരു ഷോർട്ട് വീഡിയോ നേരത്തെ പറഞ്ഞ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെയൊക്കെ ഡ്രോണൊക്കെ വെച്ച് എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. ഇത് ഞാൻ എൻ്റെ ക്യാമറയ്ക്കകത്ത് നടന്നുകൊണ്ട് പിടിച്ചത് കൊണ്ട് ചെറിയ ഷെയ്ക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇവിടെ എത്തി. ആ ഒരു ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സൈക്ലിങ്ങാ. നമുക്ക് ഇവിടുന്ന് സൈക്കിൾ എടുത്താണ്ട് ഇങ്ങനെ ഈ ഒരു റിസോർട്ടിന്റെ പിന്നെ വഴികളിലൊക്കെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുക. അപ്പൊ മോർണിംഗിലൊക്കെ എക്സസൈസിനൊക്കെ നടക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് നമുക്ക് ഇങ്ങനെ സൈക്കിൾ എടുത്ത് സഞ്ചരിക്കാം. അതുപോലെ തൊട്ടപ്പുറത്ത് ക്രിക്കറ്റ് കളിക്കാൻ, അവിടെ ലേഡീസ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കളിക്കാൻ പോയതാണ്, പക്ഷെ കളിക്കാൻ പോയപ്പോൾ അവിടെ ലേഡീസ് ക്രിക്കറ്റ് കളിച്ചോളൂ, ഭയങ്കര എൻജോയ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മാറിയത്. അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു അവിടുത്തെ പിന്നെ പാർക്കിംഗ് ഏരിയ, അവിടെ ഊനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട്, നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ, അപ്പം പ്രത്യേകിച്ച് സ്കൂളൊക്കെ അടച്ച അവധിക്കാലാണ്. അപ്പോൾ നമ്മളൊക്കെ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അങ്ങോട്ട് എൻജോയ് കേട്ടോ. അത്രയുണ്ട് വൈത്തിരി വില്ലേജ് എന്ന് പറയുന്നത്. പറയണ്ട, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൈത്തിരി വില്ലേജ് പറയേണ്ട ആവശ്യമില്ല. പിന്നെ വയനാടിന് ഇഷ്ടപ്പെടുന്നവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു പേര് തന്നെയാണ് വൈത്തിരി വില്ലേജ്. ഇത് അവരുടെ ഓഡിറ്റോറിയം കഴിഞ്ഞിട്ടുള്ള ഒരു എൻട്രൻസ് ആണ്. എൻട്രൻസിലേക്ക് കയറി ചെല്ലുന്നത് മെയിൻ ലോബിയിലേക്കാണ്. അവിടെയാണ് അവരുടെ
റിസപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഒത്തിരി സെലിബ്രിറ്റീസ്, ആ സിനിമാ മേഖല ആയിക്കോട്ടെ, സ്പോർട്സ് മേഖല ആയിക്കോട്ടെ, ഏത് മേഖലയിലുള്ള സെലിബ്രിറ്റീസും വയനാട് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ചൂസിങ് എന്ന് പറയുന്നത് വൈത്തിരി വില്ലേജ് തന്നെയാണ്. അപ്പോൾ അവിടെ ഇതിപ്പോൾ ഇംഗ്ലണ്ടിന്റെയും അതുപോലെ തന്നെ പിന്നെ ഇന്ത്യയുടെയും ക്രിക്കറ്റ് മാച്ച് നടന്ന സമയത്ത് അതിലെ പിന്നെ പങ്കെടുക്കുന്ന ടീം അംഗങ്ങൾ ഇവിടെയായിരുന്നു താമസിച്ചത്. അപ്പൊ അവര് പിന്നെ സിഗ്നേച്ചർ ചെയ്ത് കൊടുത്തിട്ടുള്ള ബാറ്റാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ വയനാടിന്റെ ടൂറിസം ഫെസിലിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ലഘു വിവരണങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ റിസപ്ഷനിൽ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് അവാർഡുകളുണ്ട്. അതുമാത്രമല്ല റിസോർട്ട് മേഖലയിൽ യുണീക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, ഇവർക്ക് പറയാനുണ്ട്. അത് പിന്നെ റിസപ്ഷനൊക്കെ അതിഗംഭീരാട്ടോ. നമുക്ക് ലോബിയിൽ പിന്നെ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം ചെറിയ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്ത് എന്തുണ്ട് അത്രയും പറഞ്ഞു. കാരണം വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആണ് ഇവർ കൈകാര്യം, എല്ലാ പിന്നെ വരുന്ന ഗസ്റ്റുകളൊക്കെ തന്നെ ഇവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അത് പിന്നെ എന്താ പറയാ, ആ ഒരു വൈത്തിരി വില്ലേജിൽ വരുമ്പോൾ ഇവിടുത്തെ സ്റ്റാഫിന്റെ ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ ഈ ചുറ്റുപാട് പ്രകൃതി നൽകുന്ന ആ ഒരു വല്ലാത്തൊരു സൗന്ദര്യമൊക്കെ കൂടി ചേരുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഞാൻ വല്ലാതെ എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല പനിച്ചിട്ടായിരുന്നു അവിടെ പോയത്. ഇത് ഞാൻ താമസിച്ച റൂമിന്റെ പിറകു വശത്തുള്ള പിന്നെ സ്വിമ്മിംഗ് പൂൾ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ രാവിലെ പനിയായാലും സാരില്ല, തണുത്താലും സാരില്ല, വിറച്ചാലും സാരില്ല, ആ വയനാടൻ തണുപ്പൊക്കെ കൊണ്ട് കുറച്ച് നടന്ന് ശരീരമൊക്കെ ഒന്ന് വിയർത്ത് ഒന്ന് കുളിക്കണം വിചാരിച്ച് പോയതാ. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് കുളിക്കാൻ പറ്റിയില്ല. കാരണം അന്ന് അവിടെ എന്തോ റെനോവേഷൻ നടക്കുന്നുണ്ട്, കുളമൊക്കെ ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അത് ഇപ്പം ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ പക്ഷേ നമ്മൾ വെറുതെ നിരാശയായിട്ട് കാര്യമില്ലല്ലോ. വയനാട് എങ്ങനെയുണ്ട്, നമ്മൾ എവിടെയെങ്കിലും പോയി നിരാശപ്പെട്ട് കഴിഞ്ഞാൽ നിരാശ മാറ്റാൻ ഒരു 100 കാഴ്ചകൾ വീണ്ടും വയനാട് കാണിച്ചിരുന്നു. അതേ അവസ്ഥ തന്നെയായിരുന്നു ഇവിടെ വന്നിട്ട്. നമ്മൾ നിരാശപ്പെട്ടിട്ടാണ് കുളത്തിൽ വലിയ, പക്ഷേ ഞങ്ങൾ അതിന്റെ സ്റ്റെപ്പ് കയറിയപ്പോൾ കാണുന്നത് അതിനേക്കാൾ മനോഹരമായിട്ടുള്ള വയനാടിന്റെ ആ പ്രകൃതി ഭംഗിയും ആ പച്ചപ്പൊക്കെ തന്നെയായിരുന്നു. അതിന്റെ സറൗണ്ടിങ്ങിലുള്ള നമ്മുടെ വൈത്തിരി വില്ലേജിന്റെ കാഴ്ചകൾ, ആ പാലം, അപ്പൊ ഇതൊക്കെ ശരിക്കും ഞാൻ ആസ്വദിക്കട്ടോ, നന്നായിട്ട് ആസ്വദിച്ചു. പിന്നെ ഈ ഒരു പിന്നെ രാവിലത്തെ വയനാട് വെയിലിനൊരു സുഖം, തണുപ്പ് കലർന്നിട്ടുള്ള വെയിലിനൊരു സുഖം, അത് രസാ. അപ്പൊ ഇതാണ് ആ റിസോർട്ടിന്റെ പിന്നെ ഒരു മെയിനായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂള്. പിന്നെ വാട്ടർ ഫൗണ്ടിന്റെ അടുത്ത് വേറെ പിന്നെ സിപ്ലിന്റെ വാട്ടർ ഫൗണ്ടൊക്കെ ചേർത്ത് വേറൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ഒരു പാലം മരപ്പാലാണ്. ഇതിന്റെ മേൽ കൂടെ നമ്മളിപ്പോ ഇവിടെ എത്തിക്കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന റൂം ഏതാണോ, ഇപ്പം ഓഡിറ്റോറിയത്തിനോട് ചേർന്നിട്ട് അഥവാ റിസപ്ഷനോട് ചേർന്നിട്ട് റൂമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓരോ പിന്നെ കാര്യങ്ങളുണ്ട്, അതിന്റെ ഫെസിലിറ്റീസും അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ റൂം എന്ന് പറയുന്നത് റിസപ്ഷനിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഞാനിപ്പോൾ നിൽക്കുന്ന ഏരിയയിലാണ് റൂം. അപ്പൊ അവിടുന്ന് നമുക്ക് വെഹിക്കിൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആ വെഹിക്കിൾ ഈ പാലം കടന്നിട്ടാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ വരുന്നത് രാത്രി ആയതുകൊണ്ട് ആ വണ്ടിയിലാണ് വന്നത്, പക്ഷെ തിരിച്ച് ആ വണ്ടി ഉപയോഗിച്ചില്ല. ഇതുപോലെ ഈ തൂക്കുപാലത്തിലൂടെ ഒക്കെ തന്നെ നടന്ന് നല്ല കാഴ്ചകളൊക്കെ കണ്ട് അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞ്, ഇതൊരു കൈത്തോടാ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനുള്ളിലൂടെ കുറെ പ്രകൃതി സമ്പത്തുകളൊക്കെ ഉണ്ട്. ഈ കൈത്തോടുകള്, ചെറിയ ചെറിയ വാട്ടർഫോൾ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നശിപ്പിക്കാതെ അതിനെ മോഡിഫൈ ചെയ്ത് അതുകൂടി സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ ലൊക്കേഷൻ ആക്കി മാറ്റാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല പിന്നെ എന്താ പറയാ, പ്രകൃതിയെ നല്ല രൂപത്തിൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അവര്. അതുപോലെ ഇതിപ്പം വാട്ടർ ഫൗണ്ടനിലേക്ക് പോകുന്നത്, ഇത് തൊട്ടടുത്ത് തന്നെ വാട്ടർ ഫൗണ്ടന്, സിബ്ലൈൻ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ കൂടി കാണാം. അപ്പം ഞാൻ അവിടെ ചെന്ന സമയത്ത് അവിടെ മറ്റേ മുകളിലെ കുളിക്കാൻ പിന്നെ അവിടെ സ്വിമ്മിംഗ് പൂളിൽ റെനോവേഷൻ നടക്കുന്ന കാരണം ഞാൻ ഇവിടുന്ന് കുളിക്കാൻ വിചാരിച്ചാണ് പോയത്. മോർണിംഗ് വാക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു കുളിയൊക്കെ നടത്താൻ വിചാരിച്ചാൽ പോയത്. പക്ഷേ അവിടെ എത്തിയപ്പം അവിടെയും ക്ലീനിങ്ങും അതുപോലെ തന്നെ ക്ലോറിനേഷനൊക്കെ നടക്കുന്നുണ്ട്, കുളിക്കാൻ പറ്റിയില്ല. അപ്പം നേരെ ഇറങ്ങി നമ്മൾ പിന്നെ ഈ തൂക്കുപാലത്തിലൂടെ കഥ പറഞ്ഞു, പിന്നെ എന്താ പറയാ, പാട്ടൊക്കെ പാടി നല്ല ഹരാക്കിട്ട് നടന്നു പോയി. കാരണം എനിക്ക് ഇവിടുത്തെ മൊത്തം എനിക്ക് ഷൂട്ടിങ് ഒരു ദിവസം 2 ദിവസം പോരാ സത്യം പറയാം. അല്ലെങ്കിൽ നമ്മൾ എന്താക്കണം വെച്ചോ, ഒരു വലിയ പിന്നെ അത്രയും സെറ്റപ്പിൽ പിന്നെ ഡ്രോണൊക്കെ ഇട്ടിട്ട് ഷൂട്ട് ചെയ്യേണ്ടി വരും. ഇതിപ്പോ കയ്യിൽ രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോ ക്യാമറയിൽ ഞങ്ങൾ പോകുന്ന പ്രദേശത്ത് എന്തൊക്കെ കാഴ്ചകളുണ്ടോ അതൊക്കെ പകർത്തിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എത്തിച്ചെന്നതാണ്. ഇത് അവരുടെ ഒരു വെയിറ്റിംഗ് ഏരിയ ആണ്. നമുക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം നമുക്ക് വർത്താൻ സംസാരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെയുള്ള ഒരു ഏരിയ ആണ്. ഇതിനോട് ചേർന്നിരിക്കുന്നതിനാണ് സിബ്ലൈനും വാട്ടർ ഫൗണ്ടൈനും അതുപോലെ പിന്നെ ഏറ്റവും ഒരു ഫിഷ് മസാജിങ് സെന്റർ ഒക്കെ ഉള്ളത്. അതൊക്കെ ഇവിടെ നമുക്ക് ഒന്നും തപ്പിപ്പോണ്ട ആവശ്യമില്ല, എല്ലാം ഇവിടെ ഓരോ റൂട്ടുകളും ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സ്വിമ്മിംഗ് പൂളാണിത്.
ഈ സ്വിമ്മിംഗ് പൂളിൽ ഇപ്പോൾ ഇവിടെ അവരെ പിന്നെ കാറ്റിൽ വന്ന് വീണ കരിയിലകളും അതുപോലെ തന്നെ ഇതൊക്കെ തന്നെ വെച്ച് ക്ലീനൊക്കെ ഇതാക്കുകയാണ്. അപ്പോൾ ആ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് വന്നിട്ട് കുളിക്കാം. അപ്പോൾ അതുവരെ നമ്മൾ എന്താക്കുക, ഈ പ്രദേശമൊക്കെ ഒന്ന് ചുറ്റിക്കാണാം എന്നൊക്കെ വിചാരിച്ചാണ്. അപ്പോൾ അതിന്റെ ക്ലീനിങ് പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ക്ലീനിങ് പ്രോസസ്സിങ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്ന് കുളിക്കാം. അപ്പോൾ അതിനിടയിൽ നമ്മളിങ്ങനെ ഈ ഒരു പച്ചപ്പും അതിന്റെ പിന്നെ എന്താ പറയുക വയനാടൻ ഗ്രാമീണതയൊക്കെ ആസ്വദിച്ചിട്ട് നടത്തൊക്കെ പാസ്സാക്കി പിന്നെ നമ്മൾ ഫുഡിന്റെ ഏരിയയിൽ അങ്ങനെ കടക്കുമ്പോൾ സത്യം പറയുമ്പോൾ വീഡിയോ എടുക്കാൻ എനിക്കൊരു മൂഡില്ലായിരുന്നു. അത്രയുണ്ട് ഫുഡ്, അത്രയുണ്ട്. ഇത് നമുക്ക് അവർ കോംപ്ലിമെന്ററി ആയിട്ട് തരുന്ന ഒരു ഭക്ഷണമാണ്. അത് കോംപ്ലിമെന്ററി എന്ന് പറയുന്ന ഒരു ഭക്ഷണം എന്നൊന്ന് പറഞ്ഞോളാം. നിങ്ങൾക്കറിയാലോ 5 സ്റ്റാർ സെറ്റപ്പിലെ ഫുഡ് എന്താ നമുക്കറിയാലോ. അപ്പോൾ അത് കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ അത്തരം ഫുഡിന്റെ ഇടയിൽ പോയി വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ വീഡിയോ എടുത്തിരുന്നതൊക്കെ ഫുഡിന്റെ ടൈം കഴിയും. പരമാവധി എന്താക്കുക, ഒരു ഓടിച്ചെടുത്ത് ഒരു വീഡിയോ എടുക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പോരാട്ടം ഇങ്ങനെ തുടരുക. ഞാനതാണ് പോരാട്ട ഭൂമികയിൽ നമ്മൾ ക്യാമറ ഉപയോഗിക്കാറില്ല. ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു, പിന്നെ വെജും നോൺ വെജും സാലഡ്സും അങ്ങനെ എല്ലാ ടൈപ്പും ബിവറേജസും എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബട്ടറും അങ്ങനെ ഒരുപാട് ഫുഡുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും ഞാൻ ആസ്വദിച്ച് വെച്ചു. നമ്മളിപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ പല സ്ഥലത്തും പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇവിടുത്തെ ഫുഡിന്റെ കാര്യത്തിൽ ടേസ്റ്റ് വൈസ് ഗംഭീരമാണെന്ന് പറയാനില്ല. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഉണ്ടായിരുന്ന ലോബിയാണ്. അപ്പോൾ ആ ലോബി വഴി കയറിയാലാണ് നമ്മൾ ഫുഡിന്റെ ഏരിയയിലേക്ക് പോവുക. ആ ഫുഡിന്റെ ഏരിയയിലേക്ക് പോകുന്ന വഴിയൊക്കെ തന്നെ നല്ല രസമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു വയനാടൻ ഗ്രാമീണത, അതുപോലെ തന്നെ വയനാടിന്റെ പിന്നെ പെയിന്റിങ്ങിന്റെ അടക്കം ഒരു വയനാടൻ ടച്ച് വരുത്തണം അവർ. ഇതിപ്പോൾ ഞങ്ങൾ താമസിച്ച റൂമിന്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഞാൻ ആ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വണ്ടി വരുന്ന നോക്കി സുഹൃത്തുക്കളോട് വർത്താനം പറഞ്ഞ് ആ വണ്ടി വരുന്ന കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ ശരിക്കും സുഹൃത്തുക്കളോട് പറയായിരുന്നു, എന്തൊരു ഭംഗിയല്ലേ ഇവിടെ തന്നെ കുറച്ച് ദിവസം താമസിച്ചാലോ. അത്രയും നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു പ്രകൃതിയുടെ വല്ലാത്ത എന്താ പറയുക പിന്നെ മാസ്മരിക നിറഞ്ഞൊരു പ്രദേശത്ത് തന്നെയാണ് വൈത്തിരി വില്ലേജ് ഉള്ളത്. അപ്പോൾ ഒരു ദിവസമെങ്കിലും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വരണം. കാരണം പ്രത്യേകിച്ച് ഇപ്പം വെക്കേഷനാണ്, കഴിയാൻ പോവാണ്. അപ്പോൾ ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞതിനിടയിൽ മക്കളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടാവില്ല. അപ്പോൾ എന്തായാലും വൈത്തിരി വില്ലേജ് കാഴ്ചകൾ